ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ 36-ാം ദിവസം പെരുമ്പട്ടി സെൻറ്റർ മാർത്തോമ യുവജന സഖ്യമായി നടത്തപ്പെടുന്ന നോമ്പ് ധ്യാന ചിന്തകളിൽ എനിക്കും അവസരം കിട്ടിയതിൽ ദൈവത്തെ അത്യധികം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗം. ക്രിസ്തുവിൻ്റെ പ്രവചനങ്ങൾ നിവൃത്തിയും പൂർത്തീകരണത്തിന്റെ ഭാഗമായി നിരവധി സ്ഥലങ്ങളിൽ പോകുന്നതായും അപ്രകാരം എരീഹോവിൽ എത്തുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ വേദഭാഗത്ത് നിന്ന് കാണുവാൻ സാധിക്കുന്നത്. വളരെയധികം പരിചിതമായ ഒരു വേദഭാഗം കൂടിയാണിത്. മർക്കോസിന്റെ സുവിശേഷത്തിലെ വിശ്വാസത്തിന് മാതൃകയാണ് ബർത്തിമായി. വേദപുസ്തകം ഇതിനെ വിശ്വാസത്തിലൂടെയുള്ള ബർത്തിമായുടെ സൗഖ്യം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെ നിശബ്ദമാക്കുവാൻ ശ്രമിക്കുന്ന ആളുകളോട് എങ്ങനെ ഇടപെടണമെന്ന് ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് അറിയാം. തൻ്റെ വിശ്വാസമാണ് അതിനവനെ പ്രാപ്തനാക്കിയത്. ബർത്തിമായുടെ വിശ്വാസം കേവലം വാക്കുകളിലൂടെ മാത്രമല്ല, പകരം യേശുവിന് തൻ്റെ ആവശ്യങ്ങൾ അറിയുവാനും തന്നെ രക്ഷിക്കുമെന്നും ഉറച്ച ബോധ്യം അവനുണ്ടായിരുന്നു. വലിയ നോമ്പിൻ്റെ ഈ കാലങ്ങളിൽ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ നമുക്കേവർക്കും സാധ്യമായി തീരുന്നുണ്ടോ എന്ന ചോദ്യം നാം തന്നെ നമ്മോട് ചോദിക്കേണ്ടതായിരിക്കുന്നു. ബർത്തിമായുടെ ജീവിതത്തിലൂടെ 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1. യേശു ആരെന്ന് അവൻ മനസ്സിലാക്കുന്നു. യേശു ആരെന്ന് അവൻ മനസ്സിലാക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതുവരെ മറ്റാർക്കും യേശുവിനെ പറ്റി ഇത്രയും ചെറിയ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ബർത്തിമായി ഉപയോഗിക്കുന്ന തലക്കെട്ട് ദാവീദ് പുത്ര എന്നുള്ളതാണ്. യേശു ആരെന്ന ഉത്തമ ബോധ്യമുള്ളവനായിരുന്നു ബർത്തിമായി. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് യേശുവെന്നും ആയതിനാൽ തൻ്റെ കുറവുകളെ അവൻ തിരിച്ചറിഞ്ഞ് സൗഖ്യം നൽകുമെന്നും തിരിച്ചറിവുള്ളവനായിരുന്നു ബർത്തിമായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ബർത്തിമായിയെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമുക്കേവർക്കും സാധ്യമായി തീരണം. രണ്ടാമതായി ബർത്തിമായുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത് തടസ്സങ്ങൾക്കിടയിലും അവൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. തടസ്സങ്ങൾക്കിടയിലും അവൻ ഉറച്ചു നിന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിലും വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി കാണുവാൻ സാധിക്കും. അവിടെയെല്ലാം നിരവധി തടസ്സങ്ങൾ നേരിടുന്നതായി കാണുവാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം അതിന് ഉത്തമ ഉദാഹരണമാണ്. എന്നാൽ തടസ്സങ്ങളിൽ നിന്നും വിശ്വാസത്തിലൂടെ പുതുജീവനാനുഭവങ്ങൾ പകരപ്പെടുന്നു. ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ വലിയൊരു തടസ്സം അവനെ നേരിടുന്നുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ അവൻ ഉറക്കെ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. ആ നിലവിളിയിൽ പുരുഷാരം അവനോട് മിണ്ടാതിരിക്കുവാൻ ആവശ്യപ്പെട്ടു. മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട തടസ്സങ്ങളിൽ നിന്നും തന്നെ വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനാണ് ദാവീദ് പുത്രനെന്നും അവനാൽ തനിക്ക് വിടുതൽ പ്രാപിക്കുമെന്നും ഉറച്ചു വിശ്വസിച്ച കുരുടനായ ബർത്തിമായി തൻ്റെ തടസ്സങ്ങളെ ഉള്ളം കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും മോചനത്തിന്റെ പുതു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. തടസ്സങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്താൽ അവയെ മാറ്റുവാൻ നമുക്കേവർക്കും സാധ്യമായി തീരണം. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന അവൻ ഒരു രൂപാന്തരം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അവൻ ഒരു രൂപാന്തരം പ്രതീക്ഷിക്കുന്നു. ദാവീദ് പുത്ര എന്ന വിളിയിൽ നിന്നും ബർത്തിമായിക്ക് രൂപാന്തരപ്പെടണമെന്ന അതിയായ ആഗ്രഹം ഉള്ളതായി കാണുവാൻ സാധിക്കും. യേശു പുരുഷാരത്തോട് അവനെ തന്നിലേക്ക് വിളിക്കുവാൻ പറയുന്നു. ഈ വേദഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. തൻ്റെ വിശ്വാസത്തിലൂടെ തനിക്ക് കാഴ്ച ലഭിക്കുമെന്നും രൂപാന്തരത്തിൻ്റെ പുതിയ അനുഭവം തന്നിലേക്ക് ഉണ്ടാകുമെന്നും തൻ്റെ രോഗാവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേലങ്കികളെ കാറ്റിൽ പറത്തി പൂർണ്ണതയുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ മാറ്റി സ്ഥാപിക്കുവാൻ കഴിവുള്ളവനാണ് യേശുവെന്നും യേശുവിൻ്റെ സാമീപ്യം മൂലം വഴിയാത്രക്കാരിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ കൈനീട്ടത്തെ ഇനി ആശ്രയിച്ച് താൻ ജീവിക്കുകയില്ലെന്നും ഉറച്ചു വിശ്വസിച്ച ബർത്തിമായി ആത്മവിശ്വാസത്തോടെ യേശുവിനെ പിന്തുടരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ബർത്തിമായുടെ സൗഖ്യത്തിലൂടെ ദൈവിക പദ്ധതിയുടെ പുതുജാലകളാണ് തുറക്കപ്പെടുന്നത്. യേശു വന്നിരിക്കുന്നത് ശക്തിയും ബഹുമാനം നൽകുവാനല്ല, മറിച്ച് ആത്മീയവും സാമൂഹികവും ഭൗതികവുമായ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള കണ്ണുകളെ തുറക്കുവാനാണ്. ബർത്തിമായി യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ തനിക്ക് യേശുവിലുള്ള വിശ്വാസം ശക്തമാണെന്ന് വരച്ചു കാട്ടുന്നു. സാധ്യതകളുടെ പുതിയ ലോകത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നാം അലയുമ്പോൾ ബർത്തിമായെ പോലെ വിശ്വാസത്തിന്റെ ഉൾക്കണ്ണുകളെ തുറന്ന് യേശുവിനെ ദൃഢമായി മുറുകെ പിടിക്കുവാൻ സാധ്യമായി തീരണം. ലക്ഷ്യം തെറ്റുവാൻ സാധ്യതയുള്ള ഇന്നിൻ്റെ ലോകത്ത് ലക്ഷ്യം ക്രിസ്തു കേന്ദ്രീകരണമാകണം. ക്രിസ്തുവിൻ്റെ വഴിയെ യേശുവിനെ തിരിച്ചറിഞ്ഞ്
രൂപാന്തരത്തിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ നമ്മക്കേവർക്കും സാധ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ.